നേരത്തെ ഡൽഹിയിലായിരുന്നു എന്ന് പറഞ്ഞു. ഡൽഹിയിൽ വിസ്കോം കോഴ്സും കഴിഞ്ഞു. ഡൽഹിയിൽ എത്രത്തോളം സ്ത്രീകൾ സുരക്ഷിതരാണ്, എത്രത്തോളം ഫ്രീഡം ഉണ്ട്, എത്രത്തോളം നൈറ്റ് ലൈഫ്? ഐ നോ ഡൽഹി വെൽ ബിക്കോസ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്നാലും രജിഷ പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് കേട്ടിരിക്കാൻ ഇരട്ടി മധുരമാണ്. ആണോ? യെസ്, നല്ല മധുരമുള്ള കാര്യം ഞാൻ പറയാൻ വേണം. എനിക്ക് തോന്നുന്നു ഡൽഹി ആയിട്ടോ കേരള ആയിട്ടോ ഇന്ത്യ ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ലോകത്ത് എവിടെ പോയാലും നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു സാധനം ബാക്ക് ഓഫ് ദ മൈൻഡിൽ കിടക്കണം എന്നുള്ളതാണ്. അതിപ്പം ഞാൻ ഒരിക്കലും പുരുഷന്മാരെ ബ്ലെയിം ചെയ്യില്ല. കാരണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 3/4 പേരും പുരുഷന്മാരാണ്, റൈറ്റ്? എൻ്റെ അച്ഛൻ ഉൾപ്പെടെ, പോലീസ് ഫോഴ്സ് ഉൾപ്പെടെ, എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ, എൻ്റെ റിലേറ്റീവ്സ് ഉൾപ്പെടെ എല്ലാവരും എനിക്ക് അറിയുന്ന ഒരുപാട് നല്ല പുരുഷന്മാരുണ്ട്. അവരെൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നവരാണ്. അവർ ഒരുപാട് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പം പിന്നെ ഈ ജെൻഡർ ഇഷ്യൂസിന് പറയണം, സ്ത്രീകൾ മാത്രമല്ല സുരക്ഷിതരല്ലാത്തത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തയോ സംസാരിക്കാത്ത ഒരു വിഭാഗം ജെൻഡർ അവിടെ ഉണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. നമ്മൾ ഒരിക്കലും അവരെ കുറിച്ച് ചിന്തിക്കാറില്ല. സ്ത്രീകൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ജനിച്ച് വീഴുന്ന അന്ന് മുതൽ അതെ, ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർക്കില്ല, ഒരു ജോലി അവർക്കില്ല. അതൊന്നും ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ. അതെ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു സുപ്രഭാതത്തിൽ ഒരുത്തനും ഒരു റേപ്പിസ്റ്റ് ആവില്ല. ആവോ? വന്ന പാടന്നെ റേപ്പ് ഇല്ല. ഇവരെന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിൽ വരുന്നവരാണ്. അതായത് ആദ്യം അവരൊരു തുറച്ചു നോട്ടായിരിക്കും, പിന്നെ വേണ്ടാത്ത കമന്റ് ആയിരിക്കും, പിന്നെ തൊടലായി പിടിക്കലായി, അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഈ ഗ്രാജുവലി ഇവർ വളരുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ ഒരു അവർക്കറിയാലോ തെറ്റാണെന്ന്, അപ്പോൾ പേടിയുണ്ടോ പിടിക്കപ്പെടുന്നുള്ള പേടി. അവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഒരു സ്ത്രീ റിയാക്ട് ചെയ്ത് അവർ ആ സ്ഥലത്തെത്തില്ല, അവരുടെ ആ ധൈര്യം തീരും, അവരവിടെ തന്നെ സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ്. റിയാക്ട് ചെയ്യാത്ത എത്ര സ്ത്രീകൾ എനിക്കറിയാം. അതായത് ബസ്സിൽ പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ കണ്ടവർ നിൽക്കും. അവരെ ഉപദ്രവിച്ചാൽ അവർ വിചാരിക്കുക എന്താ, അയ്യേ എന്നെ തൊട്ടെന്ന പേര് എനിക്ക് വരും എന്നതാണ്. അല്ലാണ്ട് ഞാൻ അവനെ സ്റ്റോപ്പ് ചെയ്യട്ടെ, സമൂഹം എന്നെ ഇങ്ങനെ കാണും. എനിക്ക് തോന്നുന്നു ഒരു പ്രദേശത്ത് ഒരു കൂടുതൽ ആൾക്കാരും പറയുന്ന മോളെ എവിടെയും നോക്കാതെ ആരോടും മിണ്ടാതെ നടക്കണം, അങ്ങനെ നടക്കേണ്ട ഒരു കാലമല്ല ഇന്ന്. അല്ല, ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട ഒരു പ്രോസസ്സാണ്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. അല്ലാണ്ട് നമുക്ക് ഇപ്പം നിന്നിട്ട് ഒരാളെ കുറ്റം പറയാനോ സിനിമയെ കുറ്റം പറയാനൊക്കെ വളരെ എളുപ്പം. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഭരതനാട്യം മാത്രം പഠിപ്പിക്കുന്ന പെൺകുട്ടികൾ എന്തുകൊണ്ട് കരാട്ടെ പഠിപ്പിച്ചുകൂടാ? അല്ലേ? ഞാൻ പറയണത് എന്ന് വെച്ചിട്ട് ഒരാളെ പോയി നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ കരാട്ടെ വേണം എന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു മരുഭൂമിയിൽ പോയാൽ നമ്മളെ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടാവുമോ? ഉണ്ടാവില്ലേ? നമ്മൾ കരുതുന്ന സാധനമല്ലേ? അപ്പോൾ പാതിരാത്രിക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടേ ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ല ഉള്ളത്. ഞാൻ സുരക്ഷിതയല്ല, പക്ഷെ ഞാൻ സ്ത്രീയെ ഞാൻ നടക്കാൻ പാടുണ്ട്. അത് ഫെമിനിസം അല്ല, അത് തെറ്റാണ്, തെറ്റായ ചിന്താഗതിയാണ്. നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ നിൽക്കുന്ന എൻവയൺമെൻറ്റിനനുസരിച്ച് പെരുമാറാനുള്ള വിവേകം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. എന്ന് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അത് നമ്മളുടെ ഔട്ട് ഓഫ് ഹാൻഡ് ആണ്. അതിന് റിയാക്ട് ചെയ്യേണ്ടെന്നല്ല പറയണേ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രത്തോളം നമ്മളെയും നമ്മളെ ഫാമിലിയും പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനുള്ള ഡ്യൂട്ടി നമുക്കുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു.